നമസ്കാരം. ഹൈന്ദവ പുരാണങ്ങളിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കോൺസെപ്റ്റാണ് 11 രുദ്രന്മാർ. അപ്പോ ആരാണിവർ? എവിടെ നിന്നാണ് വന്നത്? നമുക്ക് ലളിതമായൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ നമുക്ക് തുടങ്ങാം. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഒരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മുടെ കഥയുടെ കേന്ദ്രബിന്ദു സാക്ഷാൽ സൃഷ്ടാവായ ബ്രഹ്മാവാണ്. അദ്ദേഹം ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിൽ, ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടുപോയി. അപ്പോ ശരിക്കും എന്താണ് സംഭവിച്ചത്? ബ്രഹ്മാവിന്റെ സൃഷ്ടിപ്രക്രിയ ഒരു ഘട്ടത്തിൽ അങ്ങ് നിന്നുപോയി. കാരണമെന്താണെന്നോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഞാനാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു. അതായത് ഒരുതരം ഈഗോ, ആ അഹംഭാവമുണ്ടല്ലോ, അത് ആ ദൈവികമായ പ്രോസസ്സിന് ഒരു ബ്ലോക്കായി മാറി. ഈയൊരവസ്ഥയെ, ബ്രഹ്മാവിനുണ്ടായ ഈയൊരു ഈഗോയെ അവിദ്യാപഞ്ചകം എന്നാണ് പറയുന്നത്. അതായത് 5 തരത്തിലുള്ള അജ്ഞത. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. അതിൽ ആശയക്കുഴപ്പമുണ്ട്, ദേഷ്യമുണ്ട്, ഒരുതരം ഇരുട്ട്, പിന്നെ പേടിയും. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ആ പ്രപഞ്ചമുണ്ടാകുന്നതിലെ പ്രതിസന്ധി ഒന്നുകൂടി വലുതായി. അപ്പോ ഇവിടെയാണ് കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ്. ഈയൊരു പ്രതിസന്ധിയിൽ നിന്ന്, ഈയൊരു സ്തംഭനാവസ്ഥയിൽ നിന്നാണ് വളരെ ശക്തമായ ഒരു പുതിയ ഫോഴ്സ്, ഒരു പുതിയ ഊർജം ജനിക്കുന്നത്. അതിന് കാരണമായ ഒരു സംഭവമുണ്ട്. ബ്രഹ്മാവ് തന്റെ 4 മാനസപുത്രന്മാരുണ്ടല്ലോ, കുമാരന്മാർ, അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പ്രജകളെ സൃഷ്ടിക്കൂ എന്ന്. പക്ഷേ അവർ അത് കേട്ടില്ല, ആ കൽപ്പനയെ ധിക്കരിച്ചു. സ്വാഭാവികമായും ഇത് ബ്രഹ്മാവിന്റെ ദേഷ്യം ആളിക്കത്തിച്ചു. പക്ഷെ ബ്രഹ്മാവിന് അറിയാമായിരുന്നു ആ കോപം അതേപടി പുറത്തുവിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്. അതുകൊണ്ട് അദ്ദേഹം അത് ഉള്ളിലടക്കി അമർത്തിവെക്കാൻ ഒരു ശ്രമം നടത്തി. ഒരു വലിയ എനർജി ബോംബ് ഉള്ളിൽ വെച്ച് പൂട്ടുന്നത് പോലെ. അങ്ങനെ അമർത്തിവെച്ച ആ കോപത്തിന്റെ ശക്തിയിൽ അദ്ദേഹത്തിന്റെ പുരികങ്ങൾക്ക് നടുവിൽ നിന്ന് നീലയും ചുവപ്പും കലർന്ന ഒരു ഭയങ്കരമായ പ്രകാശം, ഒരു ശക്തി പുറത്തേക്ക് വന്നു. അതെ, ആ ശക്തിയായിരുന്നു 11 രുദ്രന്മാർ. ബ്രഹ്മാവ് ഉള്ളിലൊതുക്കിയ ആ കോപത്തിൽ നിന്നാണ് അവർ ജനിച്ചത്. രുദ്രൻ എന്ന പേര് വന്നത് രോധനം എന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം കരയുക അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളുക എന്നൊക്കെയാണ്. കാരണം അവർ പ്രത്യക്ഷപ്പെട്ടത് തന്നെ ഭയങ്കരമായി കരഞ്ഞുകൊണ്ടായിരുന്നു. ഇനി കേൾക്കേണ്ടത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ഈ രുദ്രന്മാരുടെ ജനനം ഒരു പിഴവായിരുന്നില്ല, നേരെ മറിച്ച് അതൊരു പരിഹാരമായിരുന്നു. സൃഷ്ടിക്ക് തടസ്സമായി നിന്ന ആ ഇരുട്ടിനെയും സ്തംഭനാവസ്ഥയെയും തൂത്തുവാരി കളയാൻ വന്ന ഒരു ക്ലീനിംഗ് ക്രൂ പോലെയായിരുന്നു അവർ. അവർ വന്ന് ആ വഴി ക്ലിയർ ചെയ്തതുകൊണ്ടാണ് സൃഷ്ടി എന്ന പ്രോസസ്സ് വീണ്ടും മുന്നോട്ടു പോയത്. അപ്പോ രുദ്രന്മാർ എന്തിനാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, അവർ എവിടെയാണ് വസിക്കുന്നത്? എവിടെയൊക്കെയാണ് അവരുടെ ശക്തിയുടെ സാന്നിധ്യമുള്ളത്? നമുക്ക് നോക്കാം. അപ്പോ ഈ രുദ്രന്മാർക്ക് വസിക്കാനായി 11 ഇടങ്ങൾ നൽകപ്പെട്ടു. ഈ ലിസ്റ്റ് നോക്കൂ. സൂര്യൻ, ചന്ദ്രൻ, ആകാശം, വായു, അഗ്നി, അങ്ങനെ ഹൃദയം, ഇന്ദ്രിയങ്ങൾ വരെ. അതായത് ഈ പ്രപഞ്ചത്തിന്റെയും നമ്മുടെയൊക്കെ ശരീരത്തിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് അവരുടെ വാസം. സിമ്പിളായി പറഞ്ഞാൽ, സൂര്യന്റെ വെളിച്ചം മുതൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പിൽ വരെ രുദ്രന്റെ ശക്തിയുണ്ട്. ഓക്കെ, അപ്പോൾ അവർ എവിടെയാണ് വസിക്കുന്നതെന്ന് നമുക്കറിയാം. ഇനി ആരാണിവർ? ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? ഓരോരുത്തരുടെയും ശക്തി എന്താണ്? നമുക്കതിലേക്ക് കടക്കാം. ഇവിടെ ഓരോ രുദ്രനും ഒറ്റയ്ക്കല്ല. അവർക്ക് ഓരോരുത്തർക്കും ഒരു പേരുണ്ട്, അതിന് ചേർന്നൊരു ശക്തിയുമുണ്ട്. ഈ ശക്തിയെ അവരുടെ പത്നി അല്ലെങ്കിൽ കൺസോർട്ടായാണ് കണക്കാക്കുന്നത്. രണ്ടും ചേരുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് യൂണിറ്റ് ആവുന്നത്. ഒരു ഉദാഹരണം നോക്കാം. മഞ്ഞു എന്ന രുദ്രൻ. മഞ്ഞു എന്ന് വെച്ചാൽ ദൈവികമായ ഇച്ഛാശക്തിയാണ്, ഒരു തടസ്സത്തിനും നിർത്താനാവാത്തൊരു വിൽ പവർ. അദ്ദേഹത്തിന്റെ ശക്തിയുടെ പേരാണ് ധീ. ധീ എന്നാൽ ബുദ്ധി. അപ്പോൾ നോക്കൂ, ആ ഇച്ഛാശക്തിക്ക് വഴികാട്ടുന്നത് ബുദ്ധിയാണ്. ഈ വില്ലും ഇന്റലക്റ്റും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷൻ, അതാണ് അവരുടെ ശക്തി. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പ്രപഞ്ചത്തിന്റെ കഥയാണ്. ഇനി ഈ കഥ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാവുന്നത് എന്ന് നോക്കാം. ഇതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാരണം ഈ പുരാണങ്ങളിൽ പറയുന്നൊരു കാര്യം, ഈ സൃഷ്ടിയുടെ കഥ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ സ്വന്തം കഥയാണ് എന്നാണ്. അതായത് ഇതൊന്നും എവിടെയോ നടന്ന കെട്ടുകഥകളല്ല. ഈ തത്വങ്ങളെല്ലാം, ഈ ശക്തികളെല്ലാം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തിൽ രുദ്രൻ എന്നത് സൂര്യന്റെ വെളിച്ചത്തിൽ സ്പന്ദിക്കുന്ന ആ പ്രപഞ്ച ഊർജമാണ്. ആ ഒരേ ഊർജം തന്നെയാണ് നമ്മുടെയൊക്കെ ശരീരത്തിനുള്ളിൽ പ്രാണനായി, ജീവന്റെ തുടിപ്പായി മാറുന്നത്. അപ്പോൾ പുറത്തുള്ളതും അകത്തുള്ളതും ഒന്നുതന്നെ. രുദ്രന്റെ ഈ പ്രവർത്തനത്തിന് ഏറ്റവും മനോഹരമായൊരു ഉദാഹരണമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യമായി കരയുമല്ലോ. ആ ആദ്യത്തെ കരച്ചിൽ, ആ രോദനം,
അതാണ് രുദ്രന്റെ ആവിഷ്കാരം. ആ പ്രകമ്പനമാണ് ആ ശരീരത്തിൽ ജീവനെയും പഞ്ചേന്ദ്രിയങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ ആശയം മുഴുവൻ ഉൾക്കൊള്ളുന്ന അതിമനോഹരമായൊരു സംസ്കൃത ശ്ലോകമുണ്ട്. യോ രുദ്രോ അഗ്നൗ, അതായത് രുദ്രൻ അഗ്നിയിലുണ്ട്, ജലത്തിലുണ്ട്, ഈ കാണുന്ന എല്ലാത്തിലും ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. ആ രുദ്രനെ ഞങ്ങൾ നമിക്കുന്നു എന്നാണതിൻ്റെ അർത്ഥം. അപ്പോ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ഈ സൃഷ്ടിപരവും അതേസമയം തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതുമായ ശക്തി എല്ലായിടത്തുമുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു സൃഷ്ടാവാകുക എന്നതിൻ്റെ അർത്ഥമെന്താണ്? ബ്രഹ്മാവിനെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബ്ലോക്കുകളെ തകർത്ത് മുന്നോട്ടു പോകാൻ നമ്മുടെ ഉള്ളിലുള്ള ഈ രുദ്രശക്തിയെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ.